ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോക്സ്റ്റൈലിൻ്റെ കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. ഈ ഒരു വീഡിയോ ഒരിക്കലും പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയലോ ഒന്നുമല്ല. കാരണം ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ മുന്നിലൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോക്സ്റ്റൈലിൻ്റെ സൂപ്പർ ഗ്ലോ ഫേസ് വാഷാണ്. അത് ഞാനും ആദ്യമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് എമൗണ്ട് എടുത്ത് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്യുക. നമുക്ക് 1 മിനിറ്റത്തോളം ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത് ഞാൻ മസാജ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് വലിയ കാര്യമായിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല ഓവറായിട്ട്. എൻ്റെ ഫേസിനത് ജെൻറ്റിലായിട്ട് തന്നെയാണ് തോന്നുന്നത്. എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ടോണാണ്. സോ എനിക്കത് ഭയങ്കര സൂട്ടബിളായിട്ടാണ് തോന്നിയത്. ഓയിലി സ്കിന്നുകാർക്ക് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അത്രയും ഫോമി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുമാത്രമല്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടും എനിക്ക് തോന്നിയില്ല. അതെനിക്കൊരു ഗുണമായിട്ട് തോന്നി. പക്ഷെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇറിറ്റേഷനൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. അതല്ലാതെ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ജെൻറ്റിലായിട്ട് തന്നെയാണ് തോന്നിയത്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു ജെൻറ്റിൽ ഫീൽ തന്നെയാണ് ഉണ്ടായത്. ഡ്രൈ ആയിട്ടൊന്നും തോന്നിയില്ല. ഗ്ലോ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്ലോ, അത് നമ്മൾ എല്ലായ്പ്പോഴും വാഷ് ചെയ്തതിന് ശേഷമുള്ള നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യില്ല. ആ ഒരു ഫീല് എനിക്ക് തോന്നി. അല്ലാതെ ഒരു സ്പെഷ്യലായിട്ട് എനിക്കൊന്നും ഫീലൊന്നും ചെയ്തില്ല. ഇതാണ് എൻ്റെ ഫേസ് ആഫ്റ്റർ അത് യൂസ് ചെയ്തതിന് ശേഷമുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസറാണ്, ഫോക്സ്റ്റൈലിൻ്റെ തന്നെ. അതും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതിന് മുന്നേ ഫോക്സ്റ്റൈലിൻ്റെ വേറൊരു റെഗുലർ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇത് സാമ്പിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കണം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. അതും ഒരു ഡീമെറിറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ലൊരു മണമുണ്ട്. പക്ഷേ ലൈറ്റാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റാണ്. കാരണം ഫേസിൽ അതൊട്ടും ഹെവി ആയിട്ടോ ഒന്നും കിടക്കുന്നൊന്നുമില്ല. ജസ്റ്റ് നല്ലൊരു സിമ്പിളായിട്ടുള്ള മോയ്സ്ചറൈസർ പോലെ തന്നെ ഇരിക്കുന്നത്. ആകെ ഒരു ഡീമെറിറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ സ്മെല്ല് മാത്രമാണ്. ചെറിയൊരു ഗ്ലോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനിവിടെ വേറൊരു ലൈറ്റും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സൺലൈറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്ത പോലെ തോന്നി. അതുമാത്രമല്ലാതെ ഒരു സ്റ്റിക്കിയോ അങ്ങനെയൊന്നുമല്ല. ഒരു ഹെവിനെസ്സും ഫീൽ ചെയ്യുന്നില്ല. നല്ല ജെൻറ്റിലായിട്ട് ലൈറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അടുത്തായിട്ട് യൂസ് ചെയ്യണത് ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീനാണ്. ഈ സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ 2-3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുറേ അത് തീരാറായി, കുറച്ചും കൂടി ഉള്ളൂ. അത് എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ സ്കിൻ ടോണിന് അത് മാച്ചായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് സ്റ്റിക്കിയൊന്നുമല്ല. അതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല ലൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഫേസ് ഡള്ളായ പോലെയും ഡാർക്കറായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഡാർക്കറായിട്ട് എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചെറിയൊരു ഗ്ലോ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ സ്കിൻ ടോണിന് ആപ്റ്റായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള സൺസ്ക്രീനായിട്ട് തന്നെയാണ് ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീൻ തോന്നിയിട്ടുള്ളത്. എല്ലാവരുടെ സ്കിൻ ടോണിന് എനിക്കറിയില്ല എങ്ങനെയാണ്. എൻ്റെ ഒരു ജസ്റ്റ് ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ടോണാണ്. അതിന് ആപ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അലർജി ഇഷ്യൂസൊന്നും എനിക്കിതുവരെയായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം ചെറിയതായിട്ടൊരു ഗ്ലോ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതാണ് ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ള ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ. ഈ സൺസ്ക്രീനും ഈ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറ്. മറ്റേ കാണിച്ച മോയ്സ്ചറൈസറിനെക്കാട്ടും എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത്. ഇന്ന് കാണിച്ചു തന്നതിൽ എനിക്ക് സൂപ്പർ ഗ്ലോ ഫേസ് വാഷ് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ സൂപ്പർ സാധനമല്ല, എന്നാലും അത്യാവശ്യം വെർത്താണ്. ഈ സൺസ്ക്രീൻ അത്യാവശ്യം സൂപ്പർ സാധനമാണ്. പിന്നെ മോയ്സ്ചറൈസർ വരുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതല്ല.
കാരണം അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പിന്നെ മോയ്സ്ചറൈസർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അത് നല്ല ജെൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.